അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ബീഫ് കറി. അപ്പം ബീഫ് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ബീഫ് മസാല, തേങ്ങാക്കൊത്ത് ഇതെല്ലാം നല്ല വെളിച്ചെണ്ണ ആദ്യം ചട്ടി തീ വെച്ച് വെളിച്ചെണ്ണ ചൂടായിട്ടാകുമ്പം തേങ്ങക്കൊത്ത് ആദ്യം ഇട്ട് കൊടുക്കാം. തേങ്ങക്കൊത്ത് ശരിക്കും ഒന്ന് വഴന്ന് നല്ല ഗോൾഡൻ കളറായി വരുമ്പോൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. തീ ഓഫ് ചെയ്തിട്ട് എല്ലാ പൊടികളും ഇട്ട് കൊടുക്കണം. കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഞാനിങ്ങനെ തട്ടുന്ന നിങ്ങൾ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. ബീഫ് മസാല, പിന്നെ ജീരകം, ചെറുതും വലുതും പൊടിച്ച ജീരകം ശരിക്ക്, പിന്നെ തീ കത്തിച്ചിട്ട് ശരിക്ക് പച്ചമണം മാറുന്നവരെ ഇളക്കിയിട്ട് ബീഫ് ഇട്ട് കൊടുക്കുക. ആ ബീഫിൻ്റെ വെള്ളത്തോടെ ഒഴിച്ചു കൊടുക്കണം. ബീഫ് വെള്ളമൊന്നും ഒഴിക്കാണ്ട് വേവിച്ചെടുത്താൽ മതി. കുക്കറിൽ നിന്ന് തന്നെ ബീഫിന് വെള്ളം വന്നോളും. വെന്ത് വരുമ്പം ബീഫിൻ്റെ വെള്ളം ഇങ്ങനെ ഇളകിയിട്ട് വരും, ഉള്ളിൻ്റെ തക്കാളിൻ്റെ എല്ലാം. ശരിക്ക് ബീഫ് വഴന്ന് വന്ന് ശരിക്ക് വരട്ടിയെടുത്ത ബീഫ്. നെയ്ച്ചോറൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, ബീഫ് ഉണ്ടാക്കാനും അറിയാം. എന്നാലും എൻ്റെതായ ബീഫ് ഫ്രൈ ആണത്. അപ്പം നമ്മൾ ഗൾഫിലേക്കെല്ലാം കൊടുത്തേക്കുന്നത് ഈ മോഡൽ ബീഫ് ഫ്രൈ ആണ്. നല്ല നെയ്ച്ചോറും ബീഫ് ഫ്രൈയും പിന്നെ പരിപ്പ് കറിയും അടിപൊളിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.